കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്ത് തിരിച്ചുപിടിക്കാൻ LDF. കഴിഞ്ഞ 5 വർഷം പഞ്ചായത്തിന് വികസന മുരടിപ്പിന്റെ കാലമായിരുന്നു. ഇത്തവണ ജനങ്ങൾ നാടിന്റെ വികസനത്തിനായി LDFനൊപ്പം നിൽക്കുമെന്ന് 8ാം വാർഡ് സ്ഥാനാർത്ഥി ഡോക്ടർ സബിത CK പറയുകയാണ്. സബിതയുടെ വാക്കുകൾ കേൾക്കാം. കാസർഗോഡ് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഭരണം തിരിച്ചുപിടിക്കുന്നതിന് വേണ്ടി അഭിമാന പോരാട്ടത്തിലാണ് LDF. ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെയാണ് മത്സരരംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ കൂടെ വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥിയുണ്ട്. ഈ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഇത്തവണത്തെ LDFന്റെ പ്രതീക്ഷകളും LDF മുന്നോട്ട് വെക്കുന്ന പ്രചാരണ വിഷയങ്ങളും എല്ലാം തന്നെ വളരെ സജീവമായി സംസാരിക്കും. 8ാം വാർഡ് സ്ഥാനാർത്ഥി സബിത ചൂരിക്കാട് ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കും. പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ഇത്തവണത്തെ LDFന്റെ ഒരു പ്രതീക്ഷകൾ എങ്ങനെയാണ്? തീർച്ചയായിട്ടും പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് ഇത്തവണ LDF തിരിച്ചുപിടിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നിലവിൽ 19 വാർഡുകളാണ്, ഇപ്പോൾ പുതിയ വാർഡ് വിഭജനത്തോടുകൂടി 19 വാർഡുകളാണ് പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിലുള്ളത്. അതിനകത്ത് ഭൂരിപക്ഷം വാർഡുകളും നമ്മളുടെ ഒരു സ്വാധീനത്തിൻ്റെ, അതുപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കേരളത്തിനകത്ത് നടപ്പാക്കിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നമ്മുടെ CPMൻ്റെയും അതേപോലെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഓരോ പ്രദേശത്തുമുള്ള ആളുകൾ ആ രീതിയിലേക്ക് ഇടപെടുന്നതിൻ്റെ ഭാഗമായിട്ട് നല്ല പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നമ്മൾ വീടുകളിലേക്ക് എത്തുമ്പോൾ ആളുകളുടെ പ്രതികരണവും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ്. കഴിഞ്ഞ 5 വർഷം UDF ഭരണമായിരുന്നു. UDFന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് നിങ്ങൾ വെക്കുന്നത്? കഴിഞ്ഞ 5 വർഷക്കാലം നമുക്കറിയാം, പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ നിലവിലൊരു പഞ്ചായത്ത് കാര്യാലയം ഇല്ലാത്ത വലിയൊരു പ്രയാസം പഞ്ചായത്ത് അനുഭവിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ആശ്രയമായിട്ട് വരുന്ന ഒരു കാര്യാലയം എന്നുള്ള രീതിയിൽ പഞ്ചായത്തിനൊരു ഒരു ഓഫീസ് സംവിധാനം ഇല്ല എന്നുള്ളതാണ് വലിയ പോരായ്മയായിട്ട് അടയാളപ്പെടുത്തുന്നത്. നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട്, ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് കാര്യാലയം പൊളിച്ചു മാറ്റുകയും അതോടൊപ്പം തന്നെ അത് പുതുതായിട്ടൊന്ന് പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമവും കഴിഞ്ഞ 5 വർഷക്കാലം UDFന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടില്ല എന്നുള്ളതാണ് വലിയൊരു പോരായ്മയായിട്ട് കാണുന്നത്. ജനങ്ങളിൽ നിന്നുള്ളൊരു സ്വീകരണം, ഒരു സ്വീകാര്യത എങ്ങനെയുണ്ട് നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട്? തീർച്ചയായിട്ടും ജനങ്ങളെ എല്ലാ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ജനങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്ന നിരവധിയായിട്ടുള്ള ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയായിട്ട് ബന്ധപ്പെട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് സമീപിക്കുമ്പോൾ നല്ല ഒരു പ്രതികരണം തന്നെയാണ് ജനങ്ങൾക്ക്. തീർച്ചയായിട്ടും നിങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കും എന്നുള്ള ശുഭപ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ ഒന്നടങ്കം പറയുന്നത്. ജനങ്ങളെ പല ഘട്ടങ്ങളിലായി നേരിട്ട് കണ്ടിട്ടുണ്ടാവും. പക്ഷേ കൈരളി ന്യൂസിലൂടെ പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്ന വോട്ടർമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് 19 വാർഡുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായിട്ടുള്ള സ്ഥാനാർത്ഥികളെ തന്നെയാണ് അണിനിരത്തിയിട്ടുള്ളത്. കഴിവും പ്രാഗൽഭ്യവും അതോടൊപ്പം തന്നെ ഇച്ഛാശക്തിയും കാഴ്ചപ്പാടുകളും വീക്ഷണവും ഒക്കെയുള്ള സ്ഥാനാർത്ഥികളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ സ്ഥാനാർത്ഥികളെയെല്ലാം വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്നുള്ളതും അങ്ങനെ LDFന് പഞ്ചായത്തിൻ്റെ ഭരണസാരഥ്യം LDFന് തിരിച്ചു നൽകണം എന്നുള്ളതുമാണ് ജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും കഴിഞ്ഞ 5 വർഷക്കാലം പുല്ലൂർ പെരിയ പഞ്ചായത്തിനെ സംബന്ധിച്ച് വികസന മുരടിപ്പിൻ്റെ ഒരു കാലമാണ് എന്നാണ് LDF പറയുന്നത്. അത്തരം വികസന മുരടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും അതോടൊപ്പം തന്നെ കേരളത്തിൽ LDF സർക്കാരും നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അതേ നിലയിൽ തന്നെ പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ജനങ്ങളുമായി സംവദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു വിജയം ഇത്തരം കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് പുല്ലൂർ പെരിയ പഞ്ചായത്തിൽ ജനങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയിലാണ് LDF ഉള്ളത്. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.